നടൻ ജയറാം ബിജെപിയിൽ ചേർന്നേക്കും. ചർച്ചകൾ പുരോഗമിക്കുന്നു. പെരുമ്പാവൂർ എംഎൽഎ എൽദോസ് കുന്നപ്പള്ളിയെ തളയ്ക്കാൻ ബിജെപിയുടെ തുറുപ്പുചീട്ടായി നടൻ ജയറാം വരുമോ? ബിജെപി നേതാവും കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപിയുമായി ഇത് സംബന്ധിച്ച പ്രാഥമിക ചർച്ചകൾ നടന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ പ്രാവശ്യം LDF സ്ഥാനാർത്ഥി കേരള കോൺഗ്രസ് എമ്മിലെ ബാബു ജോസഫിനോട് നിസ്സാര വോട്ടുകൾക്കാണ് UDF സ്ഥാനാർത്ഥിയായിരുന്ന എൽദോസ് കുന്നപ്പള്ളി ജയിച്ചത്. ബിജെപി ഇവിടെ മുൻ തിരഞ്ഞെടുപ്പുകളെക്കാൾ ശക്തമായ വോട്ട് വിഹിതം നേടിയിരുന്നു. ജയറാമിന്റെ മണ്ഡലത്തിലുള്ള സ്വാധീനം കണക്കിലെടുക്കുമ്പോൾ UDFനെ വീഴ്ത്താമെന്നാണ് ബിജെപി സംസ്ഥാന നേതൃത്വം കണക്കുകൂട്ടുന്നത്. ബിജെപിയുടെ A ക്ലാസ് മണ്ഡലമായി പാർട്ടി നേതൃത്വത്തിന്റെ ലിസ്റ്റിലും പെരുമ്പാവൂർ നിയോജക മണ്ഡലം ഇടം പിടിച്ചിട്ടുണ്ട്. പത്മശ്രീ അവാർഡ് നേടിയ നടൻ ജയറാം മേളപ്രമാണിയും ആനപ്രേമിയും മികച്ചൊരു കർഷകനും കൂടിയാണ്. ഇതെല്ലാം വോട്ടാക്കി മാറ്റാനാകുമെന്നാണ് ബിജെപി ഈയിടെ നടത്തിയ സർവേയിലും ചൂണ്ടിക്കാണിക്കുന്നത്. കൂടാതെ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ അടുത്ത കാലത്തുണ്ടായ ലൈംഗിക ആരോപണങ്ങളും വോട്ടാക്കി മാറ്റാനാകുമെന്നാണ് പാർട്ടി കണക്ക് കൂട്ടുന്നത്. പെരുമ്പാവൂരിന് ഒരു പ്രശ്നം വന്നാൽ ഏത് പാതിരാത്രിയിലും അവിടെ ഓടിയെത്തുകയും വേണ്ട സഹായങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന ആളാണ് ജയറാം എന്നതും വിജയസാധ്യത വർദ്ധിപ്പിക്കുന്ന ഘടകമാണ്. കൂടാതെ നിരവധി പേർക്ക് സാമ്പത്തികമായി സഹായം ചെയ്യുന്നതിലും ജയറാം മുൻപന്തിയിലുണ്ടെന്ന് അദ്ദേഹത്തെ അടുത്തറിയാവുന്നവർ പറയുന്നു. പാരമ്പര്യമായി കോൺഗ്രസ് കുടുംബമാണ് ജയറാമിൻ്റെത്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ടിക്കറ്റിൽ ജയറാം മത്സരിച്ചേക്കുമെന്ന വാർത്തകളും ഉണ്ടായിരുന്നു. പക്ഷേ എൽദോസ് ഹൈക്കമാൻഡിനെ സ്വാധീനിച്ച് സീറ്റ് ഉറപ്പിക്കുകയായിരുന്നു. പിണറായി വിജയനുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ജയറാം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനു വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചിരുന്നു. അന്ന് ജയറാമിനെ ഇടതുപക്ഷക്കാരൻ എന്ന് വിളിച്ചവരുമുണ്ട്. സേവാഭാരതിയുമായുള്ള അടുപ്പം വെച്ച് അദ്ദേഹത്തെ BJP-കാരനായി ചിത്രീകരിച്ചവരും ധാരാളം. ഏതായാലും ജയറാമിന്റെ മനസ്സ് അറിയുവാൻ കാത്തിരിക്കുകയാണ് പെരുമ്പാവൂരിലെ വോട്ടർമാർ.